എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? എന്തിനാ നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കുന്നത്? ഞങ്ങൾ ചോദിക്കുന്നു. ഈ കിതാബ് വെച്ച് റാഫി ഇമാമിന്റെ ഈ ഗ്രന്ഥം വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തുറന്ന ചർച്ചക്ക് ഈ വാളക്കുളത്തെ ഔദ്യോഗികമായി മുഖാമുഖത്തിന് മറുപടി പറയാൻ SYSന്റെ മുഖാമുഖത്തിൽ ഔദ്യോഗികമായി മറുപടി പറയാൻ നിയോഗിച്ച അലവി ഫക്കാഫി ഉൾപ്പെടെ ഇവരെ ചാവേറാക്കി വിട്ട പേരോട് ഫക്കാഫി ഉൾപ്പെടെയുള്ള മുസാവറാംഗങ്ങളോട് മാന്യമായ ഭാഷയിൽ ഞങ്ങൾ ചോദിക്കുന്നു. ഈ കിതാബ് വെച്ചുകൊണ്ട് സാവിയത്ത് സൂഫിയയുടെ ഇഖ്വാനികളുമായി ഞങ്ങളുടെ ഉസ്താദുമാരുമായി ഒരു തുറന്ന ചർച്ചക്ക് തയ്യാറുള്ള ആൺകുട്ടികളുണ്ടോ? ഞങ്ങൾക്ക് മറുപടി കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാമിഞ്ഞ പറയല്ലടോ. ആൺകുട്ടികളാണെങ്കിൽ ഇറങ്ങൂ. എന്നിട്ട് നിങ്ങള് നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത 2 ഏടും കൊടുത്തിട്ട് കിതാബാന്നും പറഞ്ഞിട്ട് ആളുകളെ കബളിപ്പിക്കുക. നിങ്ങളെ കുറിച്ചല്ലേ മുത്ത് റസൂൽ പറഞ്ഞത്? കബളിപ്പിക്കുന്ന വിഭാഗം. യഥാർത്ഥത്തിൽ ഈ വെല്ലുവിളി നമ്മുടെ മുമ്പിലെത്തിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഞാനും വരാ, ഞാനത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയലാണോ? ഇത് സ്വീകരിക്കാൻ മാത്രം എന്താണ് ഇതിലുള്ളത്? എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുക എന്നതാണോ ബുദ്ധി? ചില ചോദ്യങ്ങൾ തള്ളിക്കളയലാണ്. ആ ചോദ്യങ്ങളുടെ കോലം കണ്ടാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുക. മുസാവറാംഗങ്ങളോട് മാന്യമായ ഭാഷയിൽ ഞങ്ങൾ ചോദിക്കുന്നു. ഈ കിതാബ് വെച്ചുകൊണ്ട് സാവിയത്ത് സൂഫിയയുടെ ഇഖ്വാനികളുമായി ഞങ്ങളുടെ ഉസ്താദുമാരുമായി ഒരു തുറന്ന ചർച്ചക്ക് തയ്യാറുള്ള ആൺകുട്ടികളുണ്ടോ? ആ ചോദ്യം അപ്രസക്തമാണ്. അത് വിശ്വാസികൾ ഒന്നിച്ച് അറബിക്കടലിലേക്ക് വലിച്ചെറിയേണ്ട ചോദ്യമാണത്. ആ ചോദ്യം അപ്രസക്തമാണ്, തള്ളിക്കളയുന്നു. അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെവി കൊടുക്കേണ്ടതില്ല.